പാലക്കാട് നെന്മാറ സജിത വധക്കേസിൽ വിധി ഇന്ന്. നെന്മാറ ഇരട്ടക്കൊലക്കേസ് പ്രതിയായ ചെന്താമരയാണ് ഈ കേസിലും പ്രതി. ശിക്ഷാവിധിയെ തെല്ലും ഭയമില്ലെന്ന് വാദം പൂർത്തിയായി മടങ്ങുമ്പോൾ ചെന്താമര പ്രതികരിച്ചിരുന്നു. തൂക്കുകയർ ഉൾപ്പെടെ ഒരു ശിക്ഷാവിധിയെയും ഭയക്കുന്നയാളല്ലെന്ന് കോടതിയിൽ വെച്ചും ചെന്താമര പറഞ്ഞിരുന്നു. വഴക്കിനെ തുടർന്ന് ഭാര്യ പിണങ്ങിപ്പോയതോടെ ചെന്താമരയ്ക്ക് നാടിനോടും നാട്ടുകാരോടും ഉണ്ടായിരുന്നത് കൊടും പക. ഭാര്യയും മക്കളും വീട് വിട്ടുപോയത് അയൽക്കാർ കാരണമാണെന്നും അവരുടെ കൂടോത്രമാണെന്നുമുള്ള സംശയവും ചില അന്ധവിശ്വാസങ്ങളുമായിരുന്നു ചെന്താമരയുടെ പകയ്ക്ക് കാരണം. ഒടുക്കം 2019 ഓഗസ്റ്റ് 31 അയൽവാസിയായ സജിത ആ പകയുടെ ആദ്യ ഇരയായി. വീട്ടിൽ ആരുമില്ലാതിരുന്ന സമയം വീടിന്റെ പുറകുവശത്തുള്ള വാതിലിലൂടെ അകത്ത് കയറി സജിതയെ ചെന്താമര വെട്ടിക്കൊന്നു. കൊലപാതക ശേഷം പോത്തുണ്ടി നെല്ലിയാമ്പതി മേഖലയിലെ കാട്ടിലേക്ക് രക്ഷപ്പെട്ടെങ്കിലും നാട്ടുകാരുടെ സഹായത്തോടെ സെപ്റ്റംബർ 3 പോലീസ് പിടിയിലായി. പിന്നീട് ഈ കേസിൽ ജാമ്യത്തിലിറങ്ങിയ ചെന്താമര നാട്ടുകാർക്ക് നേരെ നിരന്തരം ഭീഷണി ഉയർത്തി. അയൽക്കാരിയായ മറ്റൊരു സ്ത്രീയെയും കൊല്ലുമെന്നും ഭീഷണിപ്പെടുത്തി. ജാമ്യവ്യവസ്ഥ ലംഘിച്ച് പോത്തുണ്ടിയിലെ ബോയൻ കോളനിയിലെ വീട്ടിൽ തുടർന്ന ഇയാൾ 2025 ജനുവരി 27 സജിതയുടെ ഭർത്താവ് സുധാകരനെയും സുധാകരന്റെ അമ്മ ലക്ഷ്മിയെയും വെട്ടിക്കൊലപ്പെടുത്തി. ശേഷം ഒളിവിൽ പോയി. 36 മണിക്കൂർ നീണ്ട തെരച്ചിലിനൊടുവിൽ പ്രതിയെ പോലീസ് പിടികൂടി. സജിത വധക്കേസിൽ ചെന്താമരയുടെ ഭാര്യ, സഹോദരൻ, സജിതയുടെ മകൾ ഉൾപ്പെടെ 44 പേരെ പ്രോസിക്യൂഷൻ സാക്ഷികളായി വിസ്തരിച്ചു. 2020 കുറ്റപത്രം സമർപ്പിച്ചത്. ലാബ് റിപ്പോർട്ട് ഉൾപ്പെടെയുള്ള ശാസ്ത്രീയ പരിശോധനാ ഫലം ലഭിച്ചതോടെ ഓഗസ്റ്റ് 4 സാക്ഷി വിസ്താരം ആരംഭിച്ചു. 2025 മെയ് മാസത്തിൽ കുറ്റപത്രം വായിച്ചു കേൾപ്പിച്ചു. ഒക്ടോബർ 5 വാദം പൂർത്തിയായി. 24 പാലക്കാട്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.